Hello dear students, welcome back to Literary Criticism and Theory. In the last class we were discussed about the structure of plot. Now we have the types of plot or simple and complex plot. Okay, the plot may be simple or complex. In a simple plot there are no puzzling situations such as peripetia and anagnorisis. പ്ലോട്ട് സിമ്പിളും ഉണ്ടാവും കോംപ്ലക്സും ഉണ്ടാവും. ദ പ്ലോട്ട് മേ ബി സിമ്പിൾ ഓർ കോംപ്ലക്സ് ഇൻ എ സിമ്പിൾ പ്ലോട്ട്. പക്ഷേ സിമ്പിൾ പ്ലോട്ടിൻ്റെ പ്രത്യേകത എന്താണ്? ദർ ആർ നോ പസിലിംഗ് സിറ്റുവേഷൻസ്. അവിടെ എന്തുണ്ടാവില്ല? പസിലിംഗ് ആയിട്ടുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവില്ല എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ദ പ്ലോട്ട് ഓഫ് ദ ട്രാജഡി ക്യാൻ ബി സിമ്പിൾ ഓർ കോംപ്ലക്സ്. ഇൻ എ സിമ്പിൾ പ്ലോട്ട് ദർ വിൽ ബി നോ കോംപ്ലിക്കേറ്റഡ് ഓർ പസിലിംഗ് സിറ്റുവേഷൻസ്. ദർ വിൽ ബി നോ കോംപ്ലിക്കേറ്റഡ് ഓർ പസിലിംഗ് സിറ്റുവേഷൻസ്. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ കോംപ്ലക്സ് പ്ലോട്ടിൽ എങ്ങനെ ഉണ്ടാവും? ഇൻ എ കോംപ്ലക്സ് പ്ലോട്ട് ദർ ആർ സിറ്റുവേഷൻസ് ലൈക്ക് പെരിപ്പെറ്റിയ ആൻഡ് അനഗ്നോറിസിസ്. അപ്പോൾ ഒരു പസിലിംഗ് സിറ്റുവേഷൻ എന്ന് ഉദ്ദേശിച്ചത് പെരിപ്പെറ്റിയ, അനഗ്നോറിസ്. ആ രണ്ട് പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. പെരിപ്പെറ്റിയ മീൻസ് റിവേഴ്സൽ ഓഫ് സിറ്റുവേഷൻ. അനഗ്നോറിസിസ് recognition or discovery. Peripetia is explained as the reversal of situation. പെരിപ്പെറ്റി എന്താ വെച്ചാൽ റിവേഴ്സൽ ഓഫ് സിറ്റുവേഷൻ. എന്താണോ യഥാർത്ഥത്തിൽ ആവേണ്ടത് അതിൻ്റെ വിപരീതമായിട്ട് എന്തെങ്കിലും ഒരു കയ്യബദ്ധം സംഭവിച്ചു പോവുക എന്നുള്ളതാണ് കേട്ടോ. നോക്ക്, പെരിപ്പെറ്റിയ ഈസ് എക്സ്പ്ലെയിൻഡ് ആസ് റിവേഴ്സൽ ഓഫ് സിറ്റുവേഷൻ. അനഗ്നോറിസിസ് ഈസ് റെക്കഗ്നീഷൻ ഓർ ഡിസ്കവറി. അനഗ്നോറിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് കണ്ടെത്തുകയാണ്, അവസാനം മനസ്സിലാവുകയാണ്. റെക്കഗ്നീഷൻ ഓർ ഡിസ്കവറി, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവുകയാണ്. ബൈ റിവേഴ്സൽ ഓഫ് സിറ്റുവേഷൻ എന്നുള്ളതിനോട് എന്താണ് ഉദ്ദേശിച്ചത്? മീൻസ് ദ റിവേഴ്സൽ ഓഫ് ഇൻറ്റൻഷൻ. ബൈ റിവേഴ്സൽ ഓഫ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ റിവേഴ്സൽ ഓഫ് ഇൻറ്റൻഷൻ എന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ മൂവ് ടു കിൽ ആൻ എനിമി ടേണിങ് ഓൺ വൺസ് ഓൺ ഹെഡ്. നമ്മളിപ്പോൾ ഹീറോ ആക്ച്വലി കൊല്ലാൻ വിചാരിച്ചത് ആരെയാണ്? ശത്രുവിനെയാണ്. ഡ്രാമയിലുള്ളൊരു സിറ്റുവേഷൻ ആട്ടോ പറയുന്നത്. നമ്മൾ കൊല്ലാൻ വിചാരിച്ചത് ഒരു എനിമീനെ ആയിരുന്നു. പക്ഷേ അറിയാതെ എന്തായി, അബദ്ധത്തിൽ ഫ്രണ്ടിൻ്റെ തലക്കാണ് വെട്ടുകൊണ്ടത്, അല്ലെങ്കിൽ സ്വന്തം തലക്കാണ്, വൺസ് ഓൺ ഹെഡ്, സ്വന്തം തലക്കാണ് വെട്ടുകൊണ്ടതെന്നുണ്ടെങ്കിൽ അതാണെന്ത്? പെരിപ്പെറ്റിയ. ഓർ കില്ലിങ് ആൻ എനിമി ആൻഡ് ലേറ്റർ ഡിസ്കവറിങ് ഹിം ടു ബി എ ഫ്രണ്ട്. പക്ഷെ കൊല്ലണ സമയത്തൊന്നും മനസ്സിലായില്ല, അവസാനമാണ് അത് കൊന്നത് ഫ്രണ്ടിനെയാണെന്ന് മനസ്സിലാവണത്. ആ തിരിച്ചറിവാണെന്ത്? അനഗ്നോറിസിസ്. Fall of this false move is anagnosis. In other words, it means a change from ignorance to knowledge. ഈ അനഗ്നോറിസിനെ ഇങ്ങനെ ഒരു ടേമിൽ നമ്മൾ പറയാറുണ്ട്, ചേഞ്ച് ഫ്രം ഇഗ്നറൻസ് ടു നോളേജ്. അറിവില്ലായ്മയിൽ നിന്നും അറിവിലേക്ക് എന്ന് പറയുന്നുണ്ട്. കാരണം ശരിക്കും അറിയില്ല ഫ്രണ്ടിനെയാണോ ആരെയാണ് കൊലപാതകം നടത്തിയതെന്ന് ഫസ്റ്റ് മനസ്സിലായില്ല. പിന്നെ കഥൻ്റെ അവസാനത്തിലാണ് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നത്. അതാണ് എന്ത്? അനഗ്നോറിസിസ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു ട്രാജഡിയിൽ സിമ്പിൾ പ്ലോട്ട് ഉണ്ടാവും, കോംപ്ലക്സ് പ്ലോട്ട് ഉണ്ടാവും. സിമ്പിൾ പ്ലോട്ട് ആകുമ്പോൾ അതിൽ എന്തുണ്ടാവും? പസിലിംഗ് സിറ്റുവേഷൻസോ അനഗ്നോറിസിസോ അല്ലെങ്കിൽ പെരിപ്പെറ്റിയ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസോ ഒന്നും ഉണ്ടാവില്ല. അപ്പം പെരിപ്പെറ്റിയ, അനഗ്നോറിസിസ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആവും ആ ഒരു പ്ലോട്ട്. എങ്ങനെ വെച്ചാൽ നമ്മൾ അതിലിപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഒരു പ്ലേ അല്ലെങ്കിൽ നിങ്ങളൊരു ഫിലിം, ഒരു ട്രാജഡി, ഒരു ട്രാജിക്കായിട്ടുള്ളൊരു പ്ലേ നിങ്ങൾ സ്റ്റേജിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഭയങ്കര ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള തീമും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്ത്? കോംപ്ലക്സ് പ്ലോട്ട് ഉള്ളത്. സിമ്പിൾ പ്ലോട്ട് ആകുമ്പോഴോ സ്മൂത്തായിട്ട് അങ്ങോട്ട് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സിമ്പിൾ പ്ലോട്ട് ആകുമ്പോൾ അതിലെന്തുണ്ടാവില്ല? ദർ ഈസ് നോ പസിലിംഗ് സിറ്റുവേഷൻസ് ഉണ്ടാവില്ല. അതേസമയം എന്താണ്? കോംപ്ലക്സ് പ്ലോട്ടിൽ പസിലിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് വേറൊരു ടേമിൽ പറയുകയാണെങ്കിൽ, ഇൻ സിമ്പിൾ പ്ലോട്ട് ദർ ഈസ് നോ പസിലിംഗ് സിറ്റുവേഷൻസ് എന്ന് പറയുന്ന സെയിം തന്നെയാണ്. ഇൻ സിമ്പിൾ പ്ലോട്ട് ദർ ഈസ് നോ പെരിപ്പെറ്റിയ ആൻഡ് അനഗ്നോറിസിസ്. അറ്റ് ദ സെയിം ടൈം ഇൻ എ കോംപ്ലക്സ് പ്ലോട്ട് ദർ ഈസ് പെരിപ്പെറ്റിയ ആൻഡ് അനഗ്നോറിസിസ്. കോംപ്ലക്സ് പ്ലോട്ട് ആണെങ്കിൽ എന്തുണ്ടാവും? പെരിപ്പെറ്റിയും അനഗ്നോറിസിസും ഉണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത.
പിന്നെന്താ പറഞ്ഞത്, പെരിപ്പെറ്റിയ പറഞ്ഞാൽ എന്താണത്? പെരിപ്പെറ്റിയ എന്നുള്ളൊരു വാക്കിന് മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ, പെരിപ്പെറ്റിയ ഈസ് എക്സ്പ്ലെയിൻഡ് ആസ് റിവേഴ്സൽ ഓഫ് സിറ്റുവേഷൻ അറ്റ് ദ സെയിം ടൈം അനഗ്നോറിസ് ഈസ് ദ റെക്കഗ്നിഷൻ ഓർ ഡിസ്കവറി. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്താണ് പെരിപ്പെറ്റിയ എന്ന് പറഞ്ഞാൽ റിവേഴ്സൽ ഓഫ് സിറ്റുവേഷൻ, നമ്മൾ വിചാരിച്ചതിൻ്റെ വിപരീതം സംഭവിക്കുകയാണ് അല്ലേ. റിവേഴ്സൽ ഓഫ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഹീറോ വൈൽ ട്രൈങ് ടു കിൽ ഹിസ് എനിമി ആക്സിഡൻ്റലി കിൽസ് ഹിസ് ബ്രദർ, ഫ്രണ്ട് ഓർ മേ ബി ഹിസ് ഓൺ ഹെഡ്. അപ്പോൾ സ്വന്തത്തെ തന്നെ ചിലപ്പം അറിയാതെ പറ്റി പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് പിന്നെ ഫ്രണ്ടിൻ്റെ തലക്ക് അല്ലെങ്കിൽ ബ്രദറിൻ്റെ തലക്കൊക്കെ അറിയാതെ ആക്സിഡൻ്റലി ആ വെട്ടേൽക്കുകയാണ്, അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, കഥൻ്റെ ടെസ്റ്റ് മാറുകയാണ്. അതാണ് പെരിപ്പെറ്റിയ എന്ന് പറഞ്ഞാൽ. അനഗ്നോറിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഗ്നറൻസ് ടു നോളേജ്, ചേഞ്ച് ഫ്രം ഇഗ്നറൻസ് ടു നോളേജ്, അല്ലെങ്കിൽ റെക്കഗ്നീഷൻ ഓർ ഡിസ്കവറി. നമ്മൾ അവസാനം രണ്ടായാലും പെരിപ്പെറ്റിയാണ്, അവസാനമാണ് ഞാൻ ചെയ്തത്, ഇതാണ് ഞാൻ ചെയ്തത്, ഇതിൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയതിൻ്റെ ഫ്രണ്ടിനായിരുന്നു എന്ന് അവസാനമാണ് മനസ്സിലാവുന്നത്. അതുപോലെ ഈഡിപ്പസ് കോംപ്ലക്സിൽ ഉള്ളൊരു സീനുണ്ട്. അതുപോലെ നമ്മുടെ എന്താണ് ഹാംലെറ്റിലുള്ളത് ഇതിന് എക്സാമ്പിളാണ്. കാരണം അച്ഛൻ്റെ ബ്രദറാണ് അമ്മയെ കിട്ടാൻ വേണ്ടിയിട്ട് അച്ഛനെ കൊന്നത് എന്ന് അവസാനമാണ് ഹാംലെറ്റിന് മനസ്സിലാവുന്നത്. ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ് അനഗ്നോറിസിസ് എന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ ബോത്ത് പെരിപ്പെറ്റിയ ആൻഡ് അനഗ്നോറിസിസ് പ്ലീസ് ദ ഓഡിയൻസ് ബിക്കോസ് ദർ ഈസ് നോ എലമെൻറ്റ് ഓഫ് സർപ്രൈസ് ഇൻ ദം. ദർ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സർപ്രൈസ് ഇൻ ദം. രണ്ടായാലും പെരിപ്പെറ്റിയ ആയാലും അനഗ്നോറിസിസ് ആയാലും അത് ഓഡിയൻസിന് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. കാരണം അതിലെന്താണ്, ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഓഡിയൻസിനെ പിടിച്ചിരുത്തി കാണിപ്പിക്കും. ഇനി എന്താവും, കൊല്ലോ, എന്താ ഇനി സംഭവിക്കുക, അല്ല ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുമോ, അല്ല അറിയോ, എന്നിട്ട് ഇവനെ തിരിച്ച് ആക്രമിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ആ ഒരു എന്താ പറയുക, ഒരു പ്രതീക്ഷ, അതിലൊരു സർപ്രൈസ് ഉണ്ടാവും. എ പ്ലോട്ട് ദാറ്റ് മേക്ക് യൂസ് ഓഫ് ദം ഈസ് കോംപ്ലക്സ്. ഇതാണ് എന്താക്കുന്നത്, എ പെർഫെക്റ്റ് ട്രാജഡി ഷുഡ് ബി അറേഞ്ച്ഡ് നോട്ട് ഓൺ ദ സിമ്പിൾ പ്ലോട്ട് ബട്ട് ഓൺ ദ കോംപ്ലക്സ് പ്ലോട്ട്. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രാജഡി ഏത് സ്ട്രക്ചറിലാണ് ഉണ്ടാവുക, അതിൽ കോംപ്ലക്സ് പ്ലോട്ടായിരിക്കും ഉണ്ടാവുക, അല്ലാതെ സിമ്പിൾ പ്ലോട്ടല്ല. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൽ സിമ്പിളാണ്. നമ്മൾ അതിൻ്റെ മുന്നേ പഠിച്ച ടൈപ്സ് ഓഫ് പ്ലോട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചത്. സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് പ്ലോട്ട്. സ്ട്രക്ചർ ഓഫ് പ്ലോട്ടാണ് അതിൻ്റെ മുന്നേ പഠിച്ചത്. പിന്നെ നമ്മളെന്താണ് പാർട്ട് അല്ലേ, പ്ലോട്ടിൻ്റെ പാർട്ട് പഠിച്ചു. എന്താണ് ഡിനോമിനൻറ്റും കോംപ്ലിക്കേഷനും അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. പിന്നെ സിമ്പിൾ പ്ലോട്ട്, കോംപ്ലക്സ് പ്ലോട്ട്. സിമ്പിൾ പ്ലോട്ട് ആകുമ്പോൾ അതിൽ ദർ ആർ പെരിപ്പെറ്റിയ ആൻഡ് അനഗ്നോറിസിസ് ഓർ അല്ലെങ്കിൽ പസിലിംഗ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കൺഫ്യൂസിങ് സിറ്റുവേഷൻസ് ഉണ്ടാവില്ല. അറ്റ് ദ സെയിം ടൈം കോംപ്ലക്സ് പ്ലോട്ട് ആകുമ്പോൾ ദർ ആർ പസിലിംഗ് സിറ്റുവേഷൻസ് ഓർ കൺഫ്യൂസിങ് സിറ്റുവേഷൻസ്. ഇൻ ദ സെയിം വേ വേറൊരു ഇൻ അതർ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ദർ ആർ പെരിപ്പെറ്റിയ ആൻഡ് അനഗ്നോറിസിസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാജിക് ഹീറോ ആണ്. The tragic hero should have certain qualities. What are the features of the tragic hero? This is important. ഇതൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും വരാറുണ്ട്. എന്തൊക്കെയാണ് ഒരു ട്രാജിക് ഹീറോൻ്റെ ഫീച്ചേഴ്സ്? ആക്ച്വലി ട്രാജിക് ഹീറോ എന്ന് പറഞ്ഞാൽ ട്രാജഡിയിലുള്ള ഹീറോ ആണ് അല്ലേ. അപ്പം ദ പേർപ്പസ് ഓഫ് ട്രാജഡി എന്താണ്? ദ പേർപ്പസ് ഓഫ് ട്രാജഡി ഈസ് ടു ഇവോക്ക് പിറ്റി ആൻഡ് ഫിയർ അല്ലേ, ആൻഡ് എഫക്റ്റ് കഥാർസിസ്. ശരിക്കും ഒരു ട്രാജഡീൻ്റെ പേർപ്പസ് എന്താ വെച്ചാൽ പിറ്റിങ് ഫിയറും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിലെന്തുണ്ടാവും, എക്സസ് ഓഫ് ഇമോഷൻസ് പ്യൂരിഫൈ ചെയ്ത് പോകും. അതിനെയാണ് എന്ത് പറയുക, കഥാർസിസ് എന്ന് പറയാം. അപ്പോൾ ഒരു ട്രാജിക് ഹീറോക്ക് അങ്ങനെ ആയതുകൊണ്ട് ധാരാളം ഗുണങ്ങൾ വേണം, എന്നാലേ ആ ട്രാജിക് ഹീറോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ട്രാജിക് ഹീറോ? Aristotle lays down the general rules that the character in a tragedy should be good, but not extremely good, neither too bad nor too perfect.
അപ്പോൾ അരിസ്റ്റോട്ടിൽ ഉറച്ച് പറയുന്നത് എന്താണ്, ഒരു ജനറൽ റൂളാണ്, ക്യാരക്ടർ ഇൻ എ ട്രാജഡി, ഒരു ട്രാജഡിയിലെ ക്യാരക്ടർ അല്ലെങ്കിൽ ട്രാജിക് ഹീറോ ഷുഡ് നോട്ട് ബി എ പെർഫെക്റ്റ് ഇൻഡിവിജ്വൽ, ഹീ ഷുഡ് നോട്ട് ബി കംപ്ലീറ്റ്ലി എ ഗുഡ് മാൻ, ഇഫ് ഹീ ഈസ് കംപ്ലീറ്റ്ലി ഗുഡ് മാൻ ഹിസ് ട്രാജഡി വിൽ നോട്ട് ഇവോക്ക് പിറ്റി ആൻഡ് ഫിയർ. മനസ്സിലായോ? ശരിക്കും നോട്ട് ചെയ്യണം കേട്ടോ ഈ പോയിൻറ്റ്സ്. ഒരു ഫസ്റ്റ് ഞാൻ എന്താണ് നോട്ടിൽ പറഞ്ഞതെന്ന് പറയാം, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ദ ക്യാരക്ടർ ഇൻ എ ട്രാജഡി ഷുഡ് ബി ഗുഡ് ബട്ട് നോട്ട് എക്സ്ട്രീംലി ഗുഡ്. ഒരു ട്രാജഡിയിലെ ക്യാരക്ടർ അല്ലെങ്കിൽ ഹീറോയാണ് കേട്ടോ ഇവിടെ ക്യാരക്ടർ എന്ന് ഉദ്ദേശിച്ചത്. ഹീറോ ഇൻ എ ട്രാജഡി ഷുഡ് ബി ഗുഡ് ബട്ട് നോട്ട് എക്സ്ട്രീംലി ഗുഡ്. ഗുഡ് ആയിരിക്കണം, പക്ഷേ വളരെ നല്ല ആളാവരുത്. ഫുള്ളായിട്ട് നല്ല ആളായി കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമുക്ക് മാക്ബത്തിൽ ഡങ്കനെ കൊല്ലാൻ പോവോ, കംപ്ലീറ്റ് ആയിട്ട് ഗുഡ് ആണെങ്കിൽ, അപ്പോൾ ചില നോട്ട് എക്സ്ട്രീംലി ഗുഡ് അങ്ങനെ ആവരുത്. നൈദർ ടു ബാഡ് നോർ ടു പെർഫെക്റ്റ്. അധികം ചീത്തയാവരുത്, അധികം അങ്ങോട്ട് പെർഫെക്റ്റും ആവരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു റിയൽ പേഴ്സൺ ആവണം, എന്നാലേ അതിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകുള്ളൂ. ഫുള്ള് നല്ലതായിട്ട് തന്നെ നടന്നാലേ അതിൽ എന്തുണ്ടാവില്ല, പിറ്റിങ് ഫിയറൊക്കെ ഉണ്ടാവുമോ, അതിൽ ഇങ്ങനത്തെ പസിലിങ് സിറ്റുവേഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടോ. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്ക്. A tragic hero should not be a perfect individual. He should not be a completely good man. If he is a completely good man, his tragedy will not evoke pity and fear. It will only create shock in the audience. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിൻ്റ്, ഹീറോയിലെ ഫസ്റ്റ് പോയിൻ്റ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ക്യാരക്ടർ ഷുഡ് ബി എ മാൻ ഹൂസ് മിസ്ഫോർച്യൂൺ ഈസ് ബ്രോട്ട് അബൌട്ട് നോട്ട് ബൈ വൈസ് ഓർ ഡിപ്രൈവിങ്. അയാളുടെ ഹീറോക്ക് മിസ്ഫോർച്യൂൺ ഉണ്ടാവില്ല, നിർഭാഗ്യം സംഭവിക്കുമല്ലോ കഥയിൽ. അപ്പോഴാണല്ലോ നമുക്ക് പിറ്റിയും ഫിയറൊക്കെ തോന്നുക. അപ്പോൾ ക്യാരക്ടർ ഷുഡ് ബി എ മാൻ ഹൂസ് മിസ്ഫോർച്യൂൺ ഈസ് ബ്രോട്ട് അബൌട്ട് നോട്ട് ബൈ വൈസ് ഓർ ഡിപ്രൈവിങ്. അതെന്തുകൊണ്ടായിരുന്നു? അയാളെ ചീത്ത പ്രവർത്തി കൊണ്ടാവരുത് അയാൾക്ക് നിർഭാഗ്യം സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് പാവം തോന്നുമോ? ഇല്ല. അത് നമ്മൾ അർഹിക്കുന്ന സഫറിങ് ആയിട്ടേ നമ്മൾ കാണുള്ളൂ. ഒരാൾക്ക് അർഹിക്കാതെ ശിക്ഷ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് പാവം തോന്നുള്ളൂ അല്ലേ? അല്ലാതെ അർഹിക്കുന്ന ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാവം തോന്നുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അയാളുടെ മിസ്ഫോർച്യൂൺ എങ്ങനെയായിരിക്കണം ഒരു ട്രാജിക് ഹീറോയിൽ മിസ്ഫോർച്യൂൺ സംഭവിക്കുന്നത് നോട്ട് ബൈ വൈസ് ഓർ ഡിപ്രൈവിങ്. അയാളെ ചീത്ത ക്യാരക്ടർ കൊണ്ടാവരുത്, ബട്ട് ബൈ സെയിം എറർ ഓഫ് ഫ്രയൽറ്റി. എന്തുകൊണ്ടാവണം? അയാളുടെ വീക്ക്നെസ് കൊണ്ടാവണം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അറിയാതെ തെറ്റി വന്ന പ്രശ്നങ്ങൾ കൊണ്ടാവണം. ആ എററിനെ പറയുന്ന പേരാണ് എന്ത്? ഹമേർഷ്യ. അപ്പോൾ ഒരു ട്രാജഡിയിൽ ഫാൾ ഉണ്ടാവണത് നമ്മൾ ഷേക്സ്പിയർ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. അവസാനം ഡൗൺഫാൾ ഉണ്ടാവുന്നത് അയാളുടെ എറർ ഓഫ് ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഹമേർഷ്യ കാരണമായിരിക്കണം. മനസ്സിലായോ? ഇതാണ് ഈ ഒരു പോയിന്റിൽ പ്രത്യേകമായിട്ട് ഇവിടെ നോട്ട് ചെയ്യാനുള്ളത്. ഹമേർഷ്യ എന്നുള്ള പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ ഹമേർഷ്യ മീൻസ് എറർ ഓഫ് ജഡ്ജ്മെൻറ്റ്. ഈ എററിനെയാണ് ഹമേർഷ്യ എന്ന് പറയുന്നത്. ദിസ് എറർ ഈസ് കാൾഡ് ഹമേർഷ്യ ഓർ ട്രാജിക് ഫ്ലോ. ട്രാജിക് ഫ്ലോ എന്ന് പറഞ്ഞത് എന്താണ്? ഹമേർഷ്യ. ഞാൻ അണ്ടർലൈൻ ഇട്ട് വൃത്തിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതി വെക്കണം കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഇൻ ഹാംലെറ്റ് ഇറ്റ് ഈസ് ഹിസ് പ്രൊക്കാസ്റ്റിനേഷൻ ഓർ ഇനബിലിറ്റി ടു ടേക്ക് ആക്ഷൻ ദാറ്റ് ലീഡ്സ് ടു ഹിസ് ഡൗൺഫാൾ. ഹാംലെറ്റിലെ പ്രൊക്കാസ്റ്റിനേഷൻ അല്ലേ, മാറ്റിവെക്കുക. എപ്പോഴും ഇങ്ങനെ ഒരു സംഗതി ചെയ്യാൻ വിചാരിക്കും, മാറ്റിവെക്കും. ആ ഒരു മാറ്റിവെക്കലാണ് അതിലെ ഹമേർഷ്യ. പിന്നെ അതുപോലെ മാക്ബത്തിൽ ഓവർ വാൾട്ടിങ് അംബീഷൻ, അധികമായിട്ടുള്ള അത്യാഗ്രഹമാണ് മാക്ബത്തിൻ്റെ അധപതനത്തിന് കാരണം. കിങ് ലെയറിലാണെങ്കിൽ ഒരു ജലസിയാണ് അധപതനത്തിന് കാരണം. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം ട്രാജിക് ഫ്ലോ അല്ലെങ്കിൽ അമേർഷ്യ ആയിരിക്കണം ഒരു ട്രാജഡിയിൽ ഹീറോയുടെ അധപതനത്തിന് കാരണം. അപ്പോൾ ട്രാജിക് ഫ്ലോക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ എന്താണ് എക്സാമ്പിൾ? ഹാംലെറ്റിലെ പ്രൊക്കാസ്റ്റിനേഷൻ, ഹാംലെറ്റിൻ്റെ മാറ്റിവെക്കൽ. കൊല്ലാണ്ട് പോകുന്ന സമയത്ത് അച്ഛനെ കൊന്ന ആളാണെന്ന് മനസ്സിലായി കഴിയാണ്, അനഗ്നോറിസിസ് ഉണ്ടാവുകയാണ്. അനഗ്നോറിസിസ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പെരിപ്പറ്റിയ കാരണമാണ് അനഗ്നോറിസിസ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ആ അനഗ്നോറിസിസ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം എന്താണ് അത് ഉണ്ടാവാനുള്ള കാരണം? അത് ശരിക്കും അറിയാതെ ചെയ്തു പോയതാണ്. നമ്മൾ
ഇവർക്ക് അറിയില്ല ശരിക്കും ഹാംലെറ്റിൽ അമ്മനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രദർ അച്ഛൻ്റെ അനിയൻ ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ലാസ്റ്റ് അയാൾക്കൊരു അശരീരിയിലൂടെ ഇന്ത്യയിലൊക്കെ ഹാംലെറ്റിന് ലഭിക്കുകയാണ് ഈ ഒരു ഇൻഫർമേഷൻ. അതറിയണ സമയത്ത് പല പ്രാവശ്യം കൊല്ലാൻ വേണ്ടി പോകുന്നുണ്ട് അച്ഛൻ്റെ അനിയനെ അല്ലേ. കൊല്ലാൻ പോണ സമയത്തൊക്കെ ഒരു പ്രാവശ്യം ചെന്ന സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരാളെ കൊല്ലാൻ പാടില്ല എന്നുള്ള ഒരു ബോധം, അങ്ങനെ പല പ്രാവശ്യം കൊന്നില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും നാളെ എന്നുള്ള മാറ്റിവെക്കലാണ് അവസാനം ഹാംലെറ്റിന് തന്നെ വെട്ടേറ്റിട്ട് ഹാംലെറ്റ് തന്നെ മരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിലെ അമേർഷ്യ. അപ്പോൾ ശരിക്കും ഒരു നന്മ കൊണ്ടാണ് അധപതനം ഉണ്ടാവുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ഒരു ട്രാജഡിയിൽ ഹീറോൻ്റെ അധപതനം അയാളുടെ ചീത്ത പ്രവൃത്തി കൊണ്ടാവരുത്. കണ്ടോ, ബ്രോട്ട് അബൌട്ട് നോട്ട് ബൈ വൈസ് ഓർ ഡിപ്രൈവിങ് ബട്ട് സം എറർ ഓർ ഫ്രയൽറ്റി. ഫ്രയൽറ്റി മീൻസ് വീക്ക്നെസ് കൊണ്ടാവണം, അല്ലെങ്കിൽ എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടാവണം ആ ഒരു ട്രാജഡിയിൽ അയാളുടെ ഡൗൺഫാൾ ഉണ്ടാവുന്നത്. ആ എററിനെയാണ് എന്ത് പറയുക, അമേർഷ്യ ഓർ ട്രാജിക് ഫ്ലോ എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് ഇൻ ഹാംലെറ്റ് പ്രൊക്കാസ്റ്റിനേഷൻ, ഇൻ മാക്ബത്ത് ഓവർവാൾട്ടിങ് അംബിഷൻ, ഇൻ കിങ് ലിയർ ജലസി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇറ്റ് ഈസ് നോട്ട് ദ ഡെലിബറേറ്റ് വൈസ് ബട്ട് ഫ്ലോ ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് ഇറ്റ് മേക്ക് ദ പ്ലേ ട്രാജിക് വൺ. ഈ ഒരു സംഭവങ്ങളാണ് പ്ലേനെ ട്രാജിക് ആക്കുന്നത്. ദ ക്യാരക്ടർ മസ്റ്റ് നോട്ട് ബി എ പെർഫെക്റ്റ് ക്യാരക്ടർ ബട്ട് മസ്റ്റ് ഹാവ് ഇൻഹറൻറ്റ് നൊബിലിറ്റി ഇൻ ദം. പിന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു എന്താണ്, ക്യാരക്ടർ ട്രാജിക് ഹീറോ ഷുഡ് നോട്ട് ബി എ പെർഫെക്റ്റ് ഇൻഡിവിജ്വൽ. ഹീ ഷുഡ് നോട്ട് ബി കംപ്ലീറ്റ്ലി എ ഗുഡ് മാൻ. ഇഫ് ഹീ ഈസ് കംപ്ലീറ്റ്ലി ഗുഡ് മാൻ ഹിസ് ട്രാജഡി വിൽ നോട്ട് ഇവോക്ക് പിറ്റി ആൻഡ് ഫിയർ. ഇറ്റ് വിൽ ഓൺലി ക്രിയേറ്റ് ഷോക്ക് ഇൻ ദ ഓഡിയൻസ്. അങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഒരു ട്രാജിക് ഹീറോ നൈദർ ടു ഗുഡ് നോർ ടു ബാഡ്, അങ്ങനെ ആവരുത് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തത്, ദ ക്യാരക്ടർ മസ്റ്റ് നോട്ട് ബി എ പെർഫെക്റ്റ് ക്യാരക്ടർ ബട്ട് ഹീ മസ്റ്റ് ഹാവ് സം ഇൻഹറൻറ്റ് നൊബിലിറ്റി ഇൻ ദം. ഭയങ്കരമായിട്ട് പെർഫെക്റ്റ് ക്യാരക്ടർ അല്ലെങ്കിലും അയാളുടെ ഉള്ളിൽ നന്മ ഉണ്ടായിരിക്കണം എന്നാണ്. മസ്റ്റ് ഹാവ് ഇൻഹറൻറ്റ്, ആന്തരികമായ നൊബിലിറ്റി, ശ്രേഷ്ഠത, നന്മ ഉണ്ടായിരിക്കണം അയാൾ. എന്നാലല്ലേ നമുക്കൊരു ഇഷ്ടം തോന്നണമെങ്കിൽ അത് വേണം അല്ലേ. അതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. നോക്ക്, ഹീ ഷുഡ് നോട്ട് ബി എ കംപ്ലീറ്റ്ലി ബാഡ് മാൻ. കംപ്ലീറ്റ് ആയിട്ട് ബാഡ് മാൻ ആവാനും പാടില്ല അയാൾ. ഇഫ് ഹീസ് കംപ്ലീറ്റ്ലി ബാഡ് മാൻ, ബാഡ് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ദ ട്രാജഡി വിൽ നോട്ട് ഇവോക്ക് പിറ്റി ആൻഡ് ഫിയർ. ട്രാജഡിയിൽ നമുക്ക് ഒരു പാവം തോന്നൂല, തെറ്റ് ചെയ്തവർക്ക് കിട്ടണം എന്ന് തന്നെ നമ്മൾ പറയും അല്ലേ. അതുകൊണ്ടാണ് അയാൾ കംപ്ലീറ്റ്ലി ചീത്ത ആളാവാൻ പാടില്ല. രണ്ടിൻ്റെ ഇടയിലുള്ള, ബോത്ത് എക്സ്ട്രീമിൻ്റെ ഇടയിലുള്ള ആളായിരിക്കണം. ദ ട്രാജഡി ഓഫ് എ ബാഡ് മാൻ വിൽ ഓൺലി മേക്ക് ദ ഓഡിയൻസ് ഹാപ്പി. മനസ്സിലായോ? ഒരു ബാഡ് മാൻ്റെ ട്രാജഡി, അയാളെ ട്രാജിക് ഡെത്ത് ആയാലും ഓഡിയൻസിന് സന്തോഷം ഉണ്ടാക്കുള്ളൂ അല്ലേ. നേരെ മറിച്ച് നല്ലൊരാൾക്ക് എന്തെങ്കിലും അധപതനം സംഭവിച്ചു കഴിഞ്ഞാൽ അത് അയാളെ തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് കരച്ചിലും ഇതൊക്കെ ഉണ്ടാവും. അയ്യോ, ഇപ്പോൾ ലേഡി മാക്ബത്ത് പറഞ്ഞിട്ടാണല്ലോ മാക്ബത്ത് ഡങ്കനെ കൊല്ലുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും, എന്തിനാണ് ലേഡി മാക്ബത്ത് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ശരിക്കും നമുക്ക് മാക്ബത്തിനോടൊരു ദേഷ്യയിൽ തോന്നണില്ല. മനസ്സിലായോ? അങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് ട്രാജഡി ഇങ്ങനൊരു രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ദെൻ പിന്നെന്താണ്, അപ്പോൾ നമ്മൾ The ideal tragic hero is a man who leads between the two extremes. He is not extremely good, though he is ഇൻക്ലൈൻഡ് ടു ദ സൈഡ് ഓഫ് ഗുഡ്നെസ്. അങ്ങനെ ആയിരിക്കണം ഒരു ഐഡിയൽ ട്രാജിക് ഹീറോ. എങ്ങനെ ആയിരിക്കണം? ഈസ് എ മാൻ ഹൂ സ്റ്റാൻഡ്സ് ബിറ്റ്വീൻ ദ ടു എക്സ്ട്രീംസ്. രണ്ട് എക്സ്ട്രീമിൻ്റെയും ഇടയിലുള്ള ആളായിരിക്കണം ഒരു മാതൃകാപരമായ ട്രാജിക് ഹീറോ എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഹീ ഈസ് നോട്ട് എക്സ്ട്രീംലി ഗുഡ്, അയാൾ എക്സ്ട്രീംലി ഗുഡ് ആവരുത്. പിന്നെ അങ്ങനെ എക്സ്ട്രീംലി ഗുഡ് ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ദ ഓഡിയൻസ് വിൽ നോട്ട് ഇവോക്ക് പിറ്റി ആൻഡ് ഫിയർ. പിന്നെ എന്താണ്, എക്സ്ട്രീംലി ബാഡ് ആയാലോ അതിലും അങ്ങനെ തന്നെയാണ്, നമുക്ക് എന്തും തോന്നൂല അല്ലേ. ദോ ഹീ ഈസ് ഇൻക്ലൈൻ ടു ദ സൈഡ് ഓഫ് ഗുഡ്. പക്ഷേ അയാൾക്കൊരു ചായ്വ്, നന്മയിലേക്കൊരു ചായ്വ് വേണം ഹീറോക്ക്, എന്നാലേ നമുക്ക് ഹീറോനോടൊരു സ്നേഹം തോന്നുള്ളൂ. ഹീ ബ്രിങ്സ് മിസ്ഫോർച്യൂൺ ടു ഹിംസെൽഫ് ആസ് എ റിസൾട്ട് ഓഫ് ഹിസ് ഓൺ ആക്ഷൻസ്. അയാളുടെ ജീവിതത്തിൽ നിർഭാഗ്യം കൊണ്ടുവരുന്നത് അയാളുടെ പ്രവൃത്തി കൊണ്ട് തന്നെ ആവണം. പക്ഷെ അയാൾ ചീത്ത പ്രവൃത്തി കൊണ്ടാവരുത് അല്ലേ.
അയാളുടെ ഒരു എറർ കൊണ്ടായിരിക്കണം അയാൾക്ക് നിർഭാഗ്യം കൊണ്ടുവരുന്നത്. അപ്പോൾ അമേർഷ്യ കാരണമായിരിക്കണം അയാൾക്ക് നിർഭാഗ്യം അല്ലെങ്കിൽ ഡൗൺഫാൾ വരുന്നത്. ഫോർ വിച്ച് ഹി എലോൺ ഈസ് അയാൾ മാത്രമായിരിക്കണം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ദ ഐഡിയൽ കണ്ടീഷൻ ഓഫ് എ ട്രാജിക് ഹീറോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഐഡിയൽ ട്രാജിക് ഹീറോ എന്ന് പറഞ്ഞാൽ, ഹീ ഷുഡ് ബി എ പേഴ്സൺ ഹൂ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഗുഡ് ഓർ കംപ്ലീറ്റ്ലി ബാഡ്. ഹിസ് ട്രാജഡി ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ ആൻ എറർ ഓർ മിസ്റ്റേക്ക് ഇൻ ഹിസ് പേഴ്സണാലിറ്റി. അയാളുടെ ട്രാജഡി ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ ആൻ എറർ. അയാൾക്ക് ട്രാജഡി ഉണ്ടാവുന്നത് അയാൾക്ക് ഒരു എറർ കാരണമായിരിക്കണം, അല്ലെങ്കിൽ അയാളുടെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കണം. ദിസ് മിസ്റ്റേക്ക് ഓർ എറർ ഇൻ ഹിസ് ക്യാരക്ടർ ഈസ് കാൾഡ് ഹമേർഷ്യ. ദിസ് ഈസ് ഓൾസോ കാൾഡ് ട്രാജിക് ഫ്ലോ. ട്രാജിക് ഫ്ലോ എന്ന് പറഞ്ഞാലും ഹമേർഷ്യ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. പിന്നെ വൺ കോമൺ ഫോം ഓഫ് അമേർഷ്യ ഇൻ ഗ്രീക്ക് ട്രാജഡി വാസ് ഹുബ്രിസ്. കോമൺ ഫോം അമേർഷ്യൻ്റെ ഗ്രീക്ക് ടേമാണ് എന്ത്? ഹുബ്രിസ്. മീൻസ് പ്രൈഡ് ഓർ സെൽഫ് കോൺഫിഡൻസ് വിച്ച് ലീഡ്സ് എ പ്രൊട്ടഗോണിസ്റ്റ് ടു ഡിസ്റിഗാർഡ് എ ഡബിൾ വർക്കിംഗ് ഓർ വയലേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മോറൽ ലോ. അതിൻ്റെ ഒരു ഗ്രീക്ക് ടേമാണ് ഹുബ്രീസ് എന്ന് പറഞ്ഞത്. ഹമേർഷ്യൻ്റെ ഗ്രീക്ക് ടേമാണ് ഹുബ്രീസ്. അതിൻ്റെ മീനിങ് എന്താണ്? പ്രൈഡ് അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് എന്നാണ്. വിച്ച് ലീഡ്സ് എ പ്രൊട്ടഗോണിസ്റ്റ് ടു ഡിസ്റിഗാർഡ് ദ ഡബിൾ വർക്കിംഗ് ഓർ ടു വയലേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മോറൽ ലോ. അപ്പോൾ ഓവർ കോൺഫിഡൻസ് ഉണ്ടായാലും, ഓവർ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? പ്രൊട്ടഗോണിസ്റ്റിന് ഡബിൾ വർക്കിംഗ് ഉണ്ടാവും അല്ലേ? പിന്നെ വയലേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മോറൽ ലോ. ഈ മോറൽ ലോയിലൊന്നും വലിയ വിശ്വാസം തോന്നൂല. അതിൽ അയാൾക്ക് മോറൽ ലോയിൽ എന്താണ് അത് വയലേറ്റ് ചെയ്യാൻ ഉള്ളൊരു തോന്നലുണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസ് കൂടി കഴിഞ്ഞാൽ മൊറാലിറ്റിയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. സെൽഫ് കോൺഫിഡൻസ് ഓവറായി കഴിഞ്ഞാൽ എന്താവും? അത് അതിൽ നിന്നും മോറൽ ലോയിൽ നിന്നും ഒന്ന് വയലേറ്റ് ചെയ്യും. These misfortunes are always out of proportion to his fault. The deserved punishment for an evil deed has no pathos in it. അർഹിക്കുന്ന പണിഷ്മെൻറ്റ് ഒരിക്കലും നമുക്ക് എന്ത് തോന്നില്ല, അതിലൊരു കരുണി നമുക്ക് തോന്നില്ല. അത് അയാൾക്ക് വേണമെന്നേ നമുക്ക് തോന്നുള്ളൂ അല്ലേ? അപ്പോൾ പ്രൊട്ടഗോണിസ്റ്റ് ഡിവൈൻ വാണിങ്ങുകളൊക്കെ ഡിസ്റിഗാർഡ് ചെയ്യും, അത് പരിഗണിക്കാതിരിക്കും. എന്തുണ്ടാവുന്ന സമയത്ത് ഈ ഒരു ഓവർ വീനിങ് അല്ലെങ്കിൽ ഓവറായിട്ട് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുന്ന സമയത്ത് പ്രൊട്ടഗോണിസ്റ്റ് ഡിസ്റിഗാർഡ് എ ഡിവൈൻ വാണിങ്. അയാൾ എന്ത് ചെയ്യും? ഡിവൈൻ വാണിങ്ങുകൾ, ദൈവത്തിൻ്റെ അടുത്ത് നിന്നുള്ള വാണിങ്ങുകളൊക്കെ ഡിസ്റിഗാർഡ് ചെയ്യും. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് മോറൽ ലോ, മൊറാലിറ്റിയിൽ നിന്നും വയലേറ്റ് ചെയ്യും. ആ സമയത്താണ് എന്തുണ്ടാവുക? ഇങ്ങനെ സംഭവിക്കുക അല്ലേ? അതാണ് ഇതിലെ പ്രത്യേകത. എങ്ങനെ സംഭവിക്കുക? നമുക്ക് ട്രാജഡിയിലെ ഹീറോക്ക് അധപതനം ഉണ്ടാവുക. ദ മിസ്ഫോർച്യൂൺ ആർ ഓൾവേസ് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ. ഈ മിസ്ഫോർച്യൂൺസൊക്കെ എന്താണ്? അയാളുടെ ഫാൾട്ടിന് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ആയിരിക്കും. ദ ഡിസർവ് പണിഷ്മെൻറ്റ് ഫോർ ആൻ ഈവിൾ ഡീഡ് ഹാസ് നോ പാത്തോസ് ഇൻ ഇറ്റ്. അർഹിക്കണ ഈവിളായിട്ടുള്ള എന്ത് സംഭവം കഴിഞ്ഞാലും നമ്മൾ അർഹിക്കണ സഫറിങ്സ് ആണെങ്കിൽ, അർഹിക്കണ പണിഷ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ഒരു പാവം തോന്നൂല അല്ലേ? നമ്മൾ പറയില്ലേ കൊന്നോരെ കൊല്ലണം നമ്മൾ പറയില്ലേ? അപ്പോൾ അർഹിക്കണ സഫറിങ്സ് ആണെങ്കിൽ നമുക്കൊരു പാത്തോസും ഒരു സിമ്പതി അതിൽ തോന്നൂല അല്ലേ? ബട്ട് ദ അൺഡിസേർവ്ഡ് സഫറിങ്സ് ഇൻ ദ വെർച്വസ് പേഴ്സൺ ഈസ് റിവോൾട്ടിങ്. പക്ഷേ അർഹിക്കാത്ത സഫറിങ്സ് ഒരു വെർച്വസ് ആയിട്ടുള്ള ആൾക്ക്, അയാൾ നല്ല ആളായിരുന്നു, അയാൾക്ക് എന്നിട്ടും എന്താണ് അർഹിക്കാത്ത അൺഡിസേർവ്ഡ് സഫറിങ്സ്, അയാൾ അതിന് അർഹനല്ല, അയാൾ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ എന്ത് തോന്നും? അത് റിവോൾട്ടിങ് ആയിരിക്കും. ദ സഫറിങ്സ് ഓഫ് എ പേഴ്സൺ വിച്ച് ആർ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ഫോർ കമ്മിറ്റിംഗ് ആൻ എറർ ഓഫ് ജഡ്ജ്മെൻറ്റ് അറൗസസ് പിറ്റി ആൻഡ് ഫിയർ ഇൻ ദ ഓഡിയൻസ്. Suffering of a person which are out of proportion for committing an error of judgment arouses pity and fear. അത് ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് പിറ്റിയും ഫിയറും തോന്നുക. ദോസ് ഹൂ വിറ്റ്നസ് ദ ട്രാജഡി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ദോസ് ഹൂ വിറ്റ്നസ് ദ ട്രാജഡി വിൽ
ഗാഡ് ദംസെൽഫ്, ഗാഡ് ഈ ഗാഡ് അല്ല കേട്ടോ, GU ഗാഡ് എന്നുള്ള സ്പെല്ലിംഗ് ആണ്. വിൽ ഗാഡ് ദംസെൽഫ് എഗെയിൻസ്റ്റ് സച്ച് ആൻ എറർ ഇൻ ആൻ റിയൽ ലൈഫ്. ഇങ്ങനെ ട്രാജഡി, അരിസ്റ്റോട്ടിൽ പറയുകയാണ്, ഇങ്ങനെ ട്രാജഡി കണ്ടുകൊണ്ടിരുന്നാൽ, ഇങ്ങനെയുള്ള ട്രാജിക്കായിട്ടുള്ള സംഭവങ്ങളും ഇങ്ങനത്തെ പ്രശ്നങ്ങളും പെരിപ്പറ്റി അനഗ്നോറിസിസ് ഒക്കെ ഉള്ള ഇങ്ങനത്തെ ട്രാജഡി കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് എന്തുണ്ടാവും? ദോസ് ഹൂ വിറ്റ്നസ് ദ ട്രാജഡി കണ്ടുകൊണ്ടിരുന്നാൽ വിൽ ഗാഡ്, GUARD ആണ് ഗാഡിൻ്റെ സ്പെല്ലിങ് കേട്ടോ. സോ ഇതിലുള്ളത് തെറ്റാണ്. അതുപോലെ വിറ്റ്നസ് W ആണ്. Those who witness the tragedy will guard themselves against such an error in real life. റിയൽ ലൈഫിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. അറ്റ് ദ സെയിം ടൈം പ്ലാറ്റോ എന്തേനി പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പ്ലാറ്റോ പറഞ്ഞു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഉറപ്പില്ലാതാവുകയാണ് ചെയ്യുക എന്നാണ് പ്ലാറ്റോ പറഞ്ഞത്. നമ്മളെ പേഴ്സണാലിറ്റിനെ ബാധിക്കും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. എന്തായാലും ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി അല്ലെങ്കിൽ ഇമോഷണൽ അപ്പീൽ ഓഫ് ആർട്ട് ഈസ് എന്താണ് പറഞ്ഞത്? ഈസ് ഹാംഫുൾ എന്നാണ് പറഞ്ഞത്. അതേസമയം അരിസ്റ്റോട്ടിൽ പറയാണ് ഇങ്ങനത്തെ ട്രാജഡികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള എററുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് റിയൽ ലൈഫിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നേരിടാൻ സാധിക്കും. അങ്ങനത്തെ പ്രശ്നം തരണം ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മളിൽ ഉണ്ടാവും എന്നാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇപ്പോൾ ട്രാജിക് ഹീറോൻ്റെ ക്യാരക്ടർ, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ട്രാജിക് ഹീറോ എന്നുള്ളത് എപ്പോഴും പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് പ്ലോട്ട് എന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ 2 ടൈപ്പ് പ്ലോട്ടാണുള്ളത്, സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് പ്ലോട്ട്. സിമ്പിൾ പ്ലോട്ട് മീൻസ് ഇറ്റ് അറൈസസ് പിറ്റി, ഇറ്റ് വിൽ നോട്ട് അറൈസ് പിറ്റി ആൻഡ് ഫിയർ. കോംപ്ലക്സ് പ്ലോട്ടിൽ ഇറ്റ് അറൈസ് പിറ്റി ആൻഡ് ഫിയർ, അല്ലെങ്കിൽ ഇറ്റ് അറൈസ് പെരിപ്പെറ്റിയ ആൻഡ് അനഗ്നോറിസിസ്. പെരിപ്പെറ്റിയ മീൻസ് റിവേഴ്സൽ ഓഫ് സിറ്റുവേഷൻ. അതിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അനഗ്നോറിസിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. അനഗ്നോറിസിസ് പറഞ്ഞാൽ ഡിസ്കവറി അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ, അല്ലെങ്കിലോ ഇഗ്നറൻസ് ടു നോളേജ്, എ ചേഞ്ച് ഫ്രം ഇഗ്നറൻസ് ടു നോളേജ്. അജ്ഞതയിൽ നിന്നും ഒരു അറിവ് കിട്ടുന്ന ആ ഒരു പോയിൻ്റാണ്, ആ കഥയിലുള്ള ആ ഒരു പോയിൻ്റാണ്, ആ ഒരു ടേണിങ് സിറ്റുവേഷനെയാണ് അനഗ്നോറിസിസ് എന്ന് പറയാം. പിന്നെ ട്രാജിക് ഹീറോക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പിന്നെ പറഞ്ഞത്. ട്രാജിക് ഹീറോ എങ്ങനെയായിരിക്കണം? നൈദർ ടു ഗുഡ് അല്ലെങ്കിൽ നോട്ട് ടു ബാഡ്, ഇങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം ട്രാജിക് ഹീറോ. പിന്നെ അമേർഷ്യാണ് പറഞ്ഞത്, അല്ലെങ്കിൽ നോട്ട് എക്സ്ട്രീംലി ഗുഡ് അല്ലേ? അരിസ്റ്റോട്ടിൽ എന്താ പറഞ്ഞത്? ക്യാരക്ടേഴ്സ് ഇൻ എ ട്രാജഡി ഷുഡ് ബി ഗുഡ് ബട്ട് നോട്ട് എക്സ്ട്രീംലി ഗുഡ് അല്ലേ? അല്ലെങ്കിൽ ഹി മസ്റ്റ് നോട്ട് ബി എ പെർഫെക്റ്റ് ക്യാരക്ടർ, ഒരു പെർഫെക്റ്റ് ക്യാരക്ടർ ആവരുത്, പക്ഷെ അയാളിൽ എന്ത് വേണം? ബട്ട് ഹി മസ്റ്റ് ഹാവ് ഇൻഹറൻറ്റ് നൊബിലിറ്റി, നോട്ട് ദി പോയിന്റ്. ഹി മസ്റ്റ് നോട്ട് ബി എ പെർഫെക്റ്റ് ക്യാരക്ടർ ബട്ട് ഹി മസ്റ്റ് ഹാവ് ഇൻഹറൻറ്റ് നൊബിലിറ്റി ഇൻ ദം. അതാണ് അയാളുടെ അധപതനത്തിന് കാരണം ഒരിക്കലും എന്താവരുത്? അയാളുടെ വയസ്സായിട്ടുള്ള സ്വഭാവം ആവരുത്. പിന്നെ അത് അമേർഷ്യക്കാരനാവണം അയാൾക്ക് അധപതനം ഉണ്ടാവേണ്ടത്. പിന്നെ അമേർഷ്യൻ്റെ കോമൺ ഫോം അല്ലെങ്കിൽ ഗ്രീക്ക് ടേമാണ് ഹുബ്രീസ്. അതിൻ്റെ മീനിങ് പ്രൈഡാണ് അതിൻ്റെ മീനിങ്. പിന്നെ വേറെന്താ നമ്മൾ പറഞ്ഞത്? അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ ട്രാജഡി തുടർച്ചയായിട്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ദോസ് ഹു വിറ്റ്നസ് ദ ട്രാജഡി വിൽ ഗാർഡ് ദംസെൽഫ് എഗെയിൻസ്റ്റ് സച്ച് ആൻ എറർ ഇൻ റിയൽ ലൈഫ്. ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ, താങ്ക് യു.